നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ചില നുണപ്രചരണങ്ങൾ, നുണയോളികൾ പുറത്തുവിട്ടിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിൻ്റെ പവർ, കാന്തപുരം വലിയ രീതിയിൽ ഇടപെട്ടു. ശരിയാണ്, ഒരു മതപണ്ഡിതനായ കാന്തപുരത്തിന് ഒരുപക്ഷെ ഇന്ത്യൻ സർക്കാർ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു ജനാധിപത്യമില്ലാത്ത ഒരു രാജ്യത്ത് മതം മാത്രം കൂട്ടുപിടിച്ച്, മതത്തെ മാത്രം കൂട്ടുപിടിച്ച്, മതം പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു രാജ്യത്ത് ഒരുപക്ഷെ ചെയ്യാൻ സാധിക്കും. അത് ശരി തന്നെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് ആരും പറയരുത് എന്ന് മാത്രം. കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നിയമിച്ച അഭിഭാഷകനാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ വാദിക്കുന്നതും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, അതിന്റെ നേതൃത്വം നൽകിയിരുന്ന സാമുവൽ ജെറോം ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയെന്ന് തലാലിന്റെ കുടുംബം തന്നെ രംഗത്ത് വന്ന് പറഞ്ഞതാണ്. എന്നാൽ നിമിഷപ്രിയയുടെ ഭർത്താവ് സാമുവൽ ജെറോമിനോടൊപ്പമാണ് നിൽക്കുന്നത്. മാത്രമല്ല, മറ്റൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ വീട്ടുതടങ്കലിലാണോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. നിമിഷപ്രിയയെ അവസാനമായി ഒന്ന് കാണാനായി നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ആ യാത്രയ്ക്ക് ശേഷം പിന്നെ നിമിഷപ്രിയയുടെ അമ്മയെക്കുറിച്ച് മറ്റ് വാർത്തകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ അവിടെ വീട്ടുതടങ്കലിലാണോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് മാത്രമല്ല, തലാലിന്റെ കുടുംബം പങ്കിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ ടാങ്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് തലാലിനെ 110 കഷ്ണമാക്കി നിമിഷപ്രിയയും ഹനാനും പ്ലാസ്റ്റിക് കവറിലാക്കി മൂടിയിട്ടിരുന്ന അല്ലെങ്കിൽ കൊണ്ട് തള്ളിയ ആ ടാങ്കിന്റെ ചിത്രം കൂടി, വാട്ടർ ടാങ്കിന്റെ ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അവർ തലാലിന്റെ കുടുംബം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. അതിനിടയ്ക്ക് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ വീട്ടുതടങ്കലിലാണ് എന്ന ആരോപണം നിമിഷപ്രിയയുടെ ഭർത്താവായ ടോമി തോമസ് നിഷേധിച്ചിട്ടുണ്ട്. പ്രേമകുമാരിയുമായി സംസാരിച്ചിരുന്നു. അവർ ആരുടെയെങ്കിലും കസ്റ്റഡിയിലോ വീട്ടുതടങ്കലിലോ ഒന്നുമല്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. തൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് സാമുവലിന്റെ സംരക്ഷണയിലാണ് പ്രേമകുമാരി എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ടോമി തോമസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സ്വരൂപിച്ച $40,000 വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് വഴി യമനിൽ കേസ് നടത്തുന്നതിനായി കേന്ദ്രം നിയമിച്ച അഭിഭാഷകനാണ് കൈമാറിയത്. ആ തുക സാമുവൽ ജെറോം ദുരുപയോഗം ചെയ്തെന്ന ആരോപണം തെറ്റാണ് എന്നാണ് ടോമി പറയുന്നത്. 2017 യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത്. നമുക്കതറിയാവുന്ന കാര്യമാണ്. ദയാധനം സ്വീകരിക്കാൻ കഴിയില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തലാലിന്റെ കുടുംബം. അവരെ നേരിട്ട് കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ പോയത്. തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം എങ്ങനെയാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാകുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ കാന്തപുരത്തിൻ്റെ പവറാണെങ്കിലും ആരുടെ പവറാണ് എങ്കിലും നിമിഷപ്രിയ ഇരയാണെങ്കിൽ തിരിച്ചു വരണം. എന്താ പറയുക, ഈ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം. അത്രമാത്രമേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ തലാലിൻ്റെ സഹോദരൻ പങ്കുവച്ച ഒരു ചിത്രവും അത് പറയുന്നതും ഇങ്ങനെയാണ്: യമൻ പൗരൻ തലാൽ മഹദിയുടെ മൃതദേഹം ലഭിച്ച ടാങ്കിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി. യമൻ കണ്ടതിൽ ഏറ്റവും വലിയ കുറ്റകൃത്യത്തിന്റെ നിശബ്ദ സാക്ഷിയാണ് ടാങ്ക് എന്ന് അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വെള്ളം നിറയ്ക്കേണ്ട ടാങ്കിൽ രക്തം നിറച്ചു. അതിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കൊലപാതകി പൈശാചികമായ കൃത്യം ഒളിപ്പിച്ചത്. മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് ബാഗുകളിൽ ആക്കി ടാങ്കിലിട്ട് പൂട്ടി. ഇത് കുറ്റകൃത്യങ്ങളിൽ തന്നെ വലിയ കുറ്റകൃത്യമാണ്. പൈശാചികത്വത്തിന്റെ എല്ലാ അതിരുകളിൽ ലംഘിച്ച കൊലപാതകമായിരുന്നു അത്. പെട്ടെന്നുള്ള ദേഷ്യത്തിലോ ഭ്രാന്തിന്റെയോ പേരിലല്ല ഇന്ത്യക്കാരിയായ നേഴ്സ് അത് ചെയ്തത്. ബോധം കെടുത്തി കൊന്ന കഷ്ണങ്ങളാക്കി. അതിനുശേഷം
പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ടാങ്കിലിട്ടു. ടാങ്കിന് മുകളിൽ ഇരുമ്പ് തകിടും സിമന്റ് ബ്ലോക്കുകളും ഇട്ടു. സത്യം എന്നേക്കും മൂടാനായിരുന്നു ശ്രമം. അങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നയാൾ മനുഷ്യനല്ല. ഈ ടാങ്കിൽ എൻ്റെ സഹോദരൻ മൂടപ്പെട്ടു. എൻ്റെ ഒരു ഭാഗവും മൂടപ്പെട്ടു. ദൈവം നിരപരാധിയുടെ രക്തം വെറുതെ ഒഴുകാൻ സമ്മതിക്കില്ല. ഞങ്ങൾ 9 വർഷമാണ് നീതിക്കായി കാത്തിരിക്കുന്നത്. ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ പുതിയ തീയതി പറയാതെ മാറ്റിവെച്ചു. കൊലപാതകി ഇരയായി മാറുകയാണോ? ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ്. ന്യായമായ ശിക്ഷ നടപ്പാക്കണം. ഇങ്ങനെയാണ് തലാലിന്റെ സഹോദരൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതായത് തലാലിന്റെ സഹോദരൻ അടക്കം, ഗോത്ര തലവന്മാർ അടക്കം, അവിടുത്തെ മതപണ്ഡിതന്മാരടക്കം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒരു കാരണവശാലും ഇത് മാപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട്. സൂഫി പണ്ഡിതന്മാരുമായും അവിടുത്തെ മതപണ്ഡിതന്മാരുമായൊക്കെ ചർച്ച നടത്താൻ കാന്തപുരത്തിനോ കാന്തപുരത്തിന്റെ പ്രതിനിധികൾക്കോ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമായിരിക്കാം. നമുക്കറിയില്ല. ഇപ്പോൾ തലാൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തലാൽ പറയുന്നു തൻ്റെ ഒരു ഭാഗം കൂടിയാണ് നിമിഷപ്രിയ മൂടപ്പെട്ടത്. അതായത് സഹോദരനോട് ഒരുപക്ഷെ അത്ര സ്നേഹമായിരിക്കും, അതായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാനും ഇത്തരത്തിൽ. മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു ഇന്ത്യക്കാരി വന്ന് പ്രതിരോധത്തിനോ പെട്ടെന്നുള്ള നിലനിൽപ്പിനോ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്. ആ വാക്കാണ് അവിടെ പ്രധാനം. ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലോ തങ്ങൾ ഒരുപക്ഷെ മാപ്പ് നൽകുമായിരുന്നു. പക്ഷേ തങ്ങളുടെ സഹോദരനെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മയക്കി കിടത്തിയിട്ട 110 കഷ്ണമാക്കി വെട്ടി നുറുക്കി ഈ ടാങ്കിലിട്ട് മൂടിയ ഇന്ത്യക്കാരിയായ നേഴ്സ്, ഇന്ത്യക്കാരി എന്ന പ്രത്യേകം കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇന്ത്യക്കാരിയായ നേഴ്സ് പൈശാചികമായ കുറ്റകൃത്യമാണ് ചെയ്തത്. ഇത് യമൻ കണ്ട ഏറ്റവും വലിയ കുറ്റകൃത്യമെന്നാണ് തലാലിന്റെ കുടുംബം പറയുന്നത്. അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ കുടുംബം അത് എത്രത്തോളം ഏറ്റെടുക്കുമെന്നറിയില്ല. കാരണം അവർക്ക് പണത്തിനെക്കാളിലും വലുതാണ് അവരുടെ മകൻ, സഹോദരൻ, ഭർത്താവ്, അച്ഛൻ എന്നൊക്കെയുള്ള റോളുകൾ തലാൽ വഹിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദിയാധനം വാങ്ങാതിരിക്കുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കേന്ദ്ര സർക്കാർ ചെല്ലാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇറാനുമായി ഒരു നയതന്ത്ര ബന്ധം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ യമനിലെ ഹൂത്തികളുമായി സംസാരിച്ച് നിമിഷപ്രിയയെ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കാം എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഒരു ഭാഗത്ത് കാന്തപുരത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ കാന്തപുരത്തെയും തഴയുന്നില്ല, ഇന്ത്യൻ സർക്കാരിനെയും തഴയുന്നില്ല. രണ്ടുപേരും അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ക്രെഡിറ്റിന് വേണ്ടിയല്ല. ഇപ്പൊ കാന്തപുരം ചെയ്യുന്നത് നിമിഷപ്രിയ ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു കാസ്റ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി കാന്തപുരം ഇറങ്ങുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാതൃകയാണ്. ഇങ്ങനെ ഒരു ജാതിയോ മതമോ നോക്കാതെ ഒരു പെൺകുട്ടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഇറങ്ങുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു സംഭവം തന്നെയാണ്. ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകണം. ഇത്തരത്തിൽ പെട്ടുപോകുന്നവരെ രക്ഷിക്കാൻ അത് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്നുള്ളത്. മറുഭാഗത്ത് കേന്ദ്ര സർക്കാർ എല്ലാ നിയമവശങ്ങളും നോക്കിക്കൊണ്ട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. എന്തായാലും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഉറപ്പാണോ? അങ്ങനെയാണോ തലാലിന്റെ കുടുംബം പറഞ്ഞു വെക്കുന്നത്?